ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിന്റെ 768 ഭാഗത്തിലേക്ക് സ്വാഗതം. ഇന്ന് ദനഹ പെരുന്നാളിന് ശേഷം വരുന്ന മൂന്നാമത്തെ ഞായറാഴ്ച. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ്. പരീശനും ഒരു യഹൂദ ഭരണാധികാരിയുമായിരുന്ന നിക്കോദീമോസ് യേശുതമ്പുരാനെ കാണുവാനായിട്ട് രാത്രിയിൽ വരികയാണ്. യേശു ചെയ്തതായ അടയാളങ്ങളെ കണ്ട് അതിൽ വിശ്വസിച്ചിട്ടാണ് അവന്റെ വരവ്. പരീശനും പ്രമാണിയുമായിരുന്നവൻ യേശുതമ്പുരാനെ അന്വേഷിക്കുവാനുള്ളതായ കാരണം എന്തായിരിക്കും? തീർച്ചയായും ദൈവത്തിൽ നിന്ന് സകല ഭൗതിക സൗഭാഗ്യങ്ങളും നേടിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ ആയിരിക്കാം. എന്നാൽ യേശുതമ്പുരാൻ അവന് കൊടുക്കുന്ന മറുപടി തികച്ചും ആത്മീയമാണ്. യേശു പറയുകയാണ്, ആമേൻ ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. ആ മറുപടി കേൾക്കുമ്പോഴും നിക്കോദീമോസ് ചിന്തിക്കുന്നത് ഭൗതികമായിട്ടാണ്. അവൻ യേശുതമ്പുരാനോട് ചോദിക്കുകയാണ്, മനുഷ്യൻ വൃദ്ധനായതിനു ശേഷം വീണ്ടും ജനിക്കുന്നത് എങ്ങനെ? രണ്ടാമതും അമ്മയുടെ ഗർഭപാത്രത്തിൽ കടന്നിട്ട് വീണ്ടും ജനിക്കാമോ? യേശു പറഞ്ഞു, വെള്ളത്താലും ആത്മാവാലും ജനിച്ചില്ല എങ്കിൽ ആർക്കും ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാനായിട്ട് കഴിയുകയില്ല. വീണ്ടും ജനനത്താൽ പുത്രസ്വീകാര്യത്തിന് അർഹനായി തീരുവാൻ വേണ്ടി സന്തോഷതൈലത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ മുദ്ര കുത്തപ്പെടുന്നു എന്ന് വിശുദ്ധ മാമോദീസായുടെ ക്രമത്തിൽ നാം കാണുന്നുണ്ട്. പ്രിയമുള്ളവരെ, വീണ്ടും ജനനം മാമോദീസായിലൂടെ സാധ്യമാണ്. റോമർ 6-ാം അധ്യായം 3-ാമത്തെ തിരുവചനം പറയുന്നുണ്ട്, അല്ല, യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേറ്റവരായ നമ്മൾ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന്. സ്നാനത്താൽ ക്രിസ്തുവിനോടുകൂടെ കുഴിച്ചിടപ്പെടുകയും ജീവിച്ചെഴുന്നേറ്റ് ജീവന്റെ പുതുക്കത്തിൽ നടക്കുകയും ചെയ്യും. നമ്മുടെ ബുദ്ധി കൊണ്ടോ ശക്തി കൊണ്ടോ സാധ്യമാകുന്ന ഒന്നല്ല വീണ്ടും ജനനം. അത് പരിശുദ്ധാത്മാവിലൂടെ സാധ്യമാകുന്നതത്രേ. പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം തികച്ചും രഹസ്യാത്മകമാണ്. യെഹെസ്കേൽ പ്രവചനം 36:26, ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, പുതിയൊരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിൽ ആക്കും, കല്ലായുള്ള ഹൃദയങ്ങളെ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായ ഒരു ഹൃദയത്തെ തരും. അതേ പ്രിയമുള്ളവരെ, പരിശുദ്ധാത്മാവിൽ നമ്മിൽ വരുമ്പോൾ പ്രിയമുള്ളവരെ, സ്നേഹിക്കുവാൻ സാധിക്കുന്ന, ക്ഷമിക്കുവാൻ സാധിക്കുന്ന, സഹിക്കുവാനും പൊറുക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഹൃദയത്തിന്, ഒരു മനസ്സിന് ഉടമകളായി മാറുവാനായിട്ട് നമുക്ക് സാധിക്കും. നിത്യജീവനെ ഞാനും നിങ്ങളുമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ഒരു പുതുക്കം നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ പുതുക്കത്തിലേക്ക് വരുവാനായിട്ട് നമ്മുടെ ജീവിതത്തെ കർത്താവിന്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചു കൊടുക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ.